ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ക്യാമറയാണ്. അതിനെ പറ്റിയുള്ള കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും സമയങ്ങളാണ്, നേരെ നമ്മുടെ വീഡിയോട്ടോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ പേര് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ഗൈസ്, ഈ ക്യാമറയുടെ പേരാണ് മൈക്രോ ക്യാം X1. ഓക്കെ, അതാണ് ഈ ക്യാമറ. അതാണ് ഈ ക്യാമറയുടെ പേര്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താന്ന് പറഞ്ഞുതരാം ഗൈസ്. അതും വേറെ ഒന്നുമല്ല, തലപൊകഞ്ഞ് ചിന്തിക്കാനും വേണ്ട. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ക്യാമറയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോസാ ഫോട്ടോസാ അതൊക്കെ ഇത് വെച്ച് എടുക്കാനും പറ്റും. നിങ്ങൾക്ക് എന്നെ പോക്കറ്റ് ഇട്ടുകൊണ്ട് എടുക്കാൻ പറ്റും. അതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ക്യാമറ എന്ന് ഇവർ പറയണത്. അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ഫീച്ചറിലൂടെ നമുക്ക് അടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം തുടങ്ങണേ ഗൈസ്. ഇതിൻ്റെ ഇല്ലേ ഗൈസ്, ഈ ക്യാമറയുടെ നിങ്ങൾ പിന്നെ പൊക്കത്ത് കാണുന്ന ആ ക്യാമറ ഇല്ലേ, അതാണ് മൈക്രോ ക്യാം X1. ഇതിൻ്റെ ആ ലെൻസ് കാണില്ലേ ഗൈസ്, ആ ലെൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലെൻസ് നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി ഇല്ലേ, 180 ഡിഗ്രി വരെ നമുക്കത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. വളരെ നല്ലൊരു കാര്യമാണ്, കമ്പനി കൊടുത്തേക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. 180 ഡിഗ്രി വരെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ നമ്മളിപ്പോൾ ദൂരെ നിൽക്കണമെങ്കിൽ നമുക്ക് ആ സാധനം അടുത്തോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത് എടുക്കണ പോലെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുന്ന ഗുണമുണ്ട്. 180 ഡിഗ്രി വരെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ലെൻസ് ഇല്ലേ ഗൈസ്, ഈ ലെൻസിന്റെ പുറകിൽ ഒരു LED റിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, LED റിംഗ് ലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ രാത്രി വീഡിയോസ് എടുക്കണമെന്ന് എഴുതിക്കോ. അപ്പോൾ ആ ഒരു വെട്ടം വേണം, അപ്പോൾ ഒരു ചെറിയൊരു വെട്ടത്തിന് വേണ്ടി അവർ ഈ ക്യാമറേൻ്റെ ബാക്കിൽ LED റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഒരു വെട്ടം ഉണ്ടാവും നിങ്ങൾക്ക് മര്യാദ കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് അവർ LED റിംഗ് ലൈറ്റ് ലെൻസിൻ്റെ ബാക്കിൽ കൊടുത്തേക്കണം. ഓക്കെ, മനസ്സിലായില്ലേ ഗൈസ്? സെറ്റ്. പിന്നെ ഗൈസ്, പിന്നില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിലില്ലേ നമുക്ക് 4K അല്ല 4K ഇല്ലേ, 4K വീഡിയോസ് ഇല്ലേ നമുക്ക് കണ്ടിന്യൂസ്ലി ആയിട്ട് എടുക്കാൻ പറ്റും. കണ്ടിന്യൂസ്ലി ആയിട്ട് നമുക്ക് 4K വീഡിയോസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ഗുണമുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. കമ്പനി താങ്ക് യു. പിന്നില്ലേ ഗൈസ്, പിന്നെ അടുത്തെന്ന് പറയാനായിട്ട് ഗൈസ്, ഇതിൻ്റെ ഇല്ലേ ഗൈസ്, എന്തായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 3-in-1 പോക്കറ്റ് ക്യാമറയാണ്. നിങ്ങൾക്ക് പോക്കറ്റിലിട്ടുണ്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, വളരെ നല്ല കാര്യം. ഭയങ്കര വലിയ സാധനമൊന്നുമല്ല, നിങ്ങൾ പിന്നെ പൊക്കത്ത് കാണില്ല, ഭയങ്കര വലിയൊന്നുമല്ല, ചെറിയ സാധനമാണ്. നിങ്ങൾക്ക് പോക്കറ്റിട്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഫോൺ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കൊണ്ടു നടക്കാൻ പറ്റും. അതിന് ഫോട്ടോസ് ആയാലും വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും. 4K എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 4K നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെൻസാണ് ഗൈസ്. ഇതിൻ്റെ ലെൻസ് തന്നെ എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ മാക്രോ ലെൻസ് ആണ് ഇതിൻ്റെ ലെൻസ് പറഞ്ഞാൽ. സൂപ്പർ മാക്രോ ലെൻസ് 400x ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇതിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞാൽ ലെൻസാണ് ഇതിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ. 400x ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 400x വരെ നിങ്ങൾക്ക് ഇങ്ങനെ സൂം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. സൂം ഇൻ ചെയ്യാൻ പറ്റും, സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അതാണ് 400x ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ് ഈ ക്യാമറ കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ ഗൈസ്? ഓക്കെ, അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ ഉണ്ട്. അത് വില ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പം പിന്നെ അടുത്തിലോട്ട് എടുക്കാം ഗൈസ്. ഇതിൻ്റെ ഇല്ലേ ഗൈസ്, ഇതിൻ്റെ സ്ക്രീൻ തന്നെ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞാൽ 3.5 ഇഞ്ച് സ്ക്രാച്ച് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് തന്നെ എന്ന് പറഞ്ഞാൽ. 3.5 ഇഞ്ച് സ്ക്രാച്ച് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. ചെറിയൊരു ഡിസ്പ്ലേ ആണ്, 3.5 ഇഞ്ചേ ഉള്ളൂ. പിന്നെ താഴെ സ്ക്രാച്ച് ഒന്നും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ നഖം കൊണ്ടല്ല, അപ്പോൾ താഴെ വീണാല സ്ക്രാച്ച് ഒന്നും പറ്റത്തില്ല. അതോടൊത്ത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ നമുക്ക് ആ ടച്ച് സ്ക്രീനിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലും ക്യാമറ എടുക്കണമെങ്കിൽ അതെടുക്കാം, സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ അതെടുക്കാം. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് അതിന് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നല്ലൊരു ഓപ്ഷൻ അല്ലേ ഗൈസ് അത്? പിന്നെ ഗൈസ് ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞല്ല. പിന്നെ എന്താണ് ഗൈസ് ഇതിൻ്റെ പിന്നെന്തായിരുന്നു, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഓക്കെ, പിന്നെ ഗൈസ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. 2000 mAh ഒരു ബാറ്ററി വന്നിട്ട് ഗൈസ് ഇതിന്. ഓക്കെ, 2000 mAh ഒരു നല്ലൊരു ബാറ്ററി വന്നിട്ട്, അതും അടിപൊളി കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഗൈസ്, ഈ 2000 mAh ബാറ്ററി ആയതുകൊണ്ടില്ലേ 4 മണിക്കൂറേ ചാർജ് നിൽക്കുള്ളൂ ക്യാമറയിൽ. 4 മണിക്കൂർ കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആവും. 4 മണിക്കൂറേ ചാർജ് നിൽക്കുള്ളൂ. ഓക്കെ, 2000 mAh ബാറ്ററി. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ. നല്ല കാര്യം തന്നെ. നമുക്ക് ഫയൽസ് ആയാലും ഫോട്ടോസ് ആയാലും വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ ഗൈസ്? പിന്നെ അടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, എന്തായിരുന്നു അടുത്തെന്ന് പറഞ്ഞാൽ
അടുത്ത എന്തായിരുന്നു, അയ്യോ പിന്നെന്തായിരുന്നു ഗൈസ് ഇതിൻ്റെ, പിന്നെ ഇല്ലേ നമുക്ക് ഈ 4K ഇല്ലേ ഗൈസ്, നമുക്ക് ഈ 4K വീഡിയോ ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി എടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഒരു ലിമിറ്റ് ഉണ്ട്, 150 മിനിറ്റ് അല്ലെങ്കിൽ 240 മിനിറ്റ് അത്രയൊക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ 4K. ഓക്കെ, 150 മിനിറ്റ് അല്ലെങ്കിൽ 240 മിനിറ്റ് അത്രയൊക്കെ നമുക്ക് 4K കണ്ടിന്യൂസ്ലി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ 4Kൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമുക്കില്ലേ ഈ ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഈ ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് നമ്മുടെ മുഖം കാണിക്കുമ്പോൾ ഇല്ലേ ഒരു ബ്ലറിനെസ് അങ്ങനെ ഒന്നും വരത്തില്ല. കറക്റ്റ് ആ 4K HD തന്നെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും. അത്ര ക്ലിയറും പെർഫെക്ഷനിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അതാണ് ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സ് ഇട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ എന്തായിരുന്നു ഗൈസ്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ, വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് തന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ടൈം ലാപ്സ്, വീഡിയോ റെക്കോർഡിങ്, അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇത് താഴെ വീണാലൊന്നും അങ്ങനെ പൊട്ടത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനെ ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതങ്ങനെ 2-4 പ്രാവശ്യം ഒന്നും താഴ്ത്തി വീണാലൊന്നും പറ്റാനൊന്നും പോണില്ല. അവർ നല്ല രീതിയിൽ തന്നെ ബിൽഡിൻ്റെ ക്വാളിറ്റി എടുത്ത് ചെയ്തിട്ടുണ്ട്. സ്ക്രീനും കുഴപ്പമില്ല, ചെറിയൊരു സ്ക്രീനാണ്, 3.5 ഇഞ്ചുകൾ, എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ഗൈസ് പിന്നെ ഇല്ലേ ഗൈസ് ഇതിൻ്റെ വില എന്നു പറഞ്ഞില്ലേ 8,400 റുപ്പീസാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ, 8,400. പക്ഷേ പിന്നില്ലേ അതല്ലാണ്ട് 15,400 രൂപയും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വില. 8,400 പോട്ടെ, 15,400 ഈ ക്യാമറ ലാഭമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലാഭമല്ല ഗൈസ്. 15,000 രൂപ കൊടുത്ത് ഈ ക്യാമറ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഒരു 8,400 ഓക്കെ, പെർഫെക്റ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പോട്ടെ ഒരു 10,000-നുള്ളിൽ അത്രയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മേടിച്ചു. അല്ലാണ്ട് ഈ 15,000 ഒന്നും കൊടുത്ത് ഈ ക്യാമറ വാങ്ങേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഭയങ്കര 4K ഒക്കെ ഉണ്ട്. ഓക്കെ, സമ്മതിച്ച് 4K നമുക്ക് 4K വീഡിയോ കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാം. പക്ഷേ 4K നമുക്കൊരു 150 മിനിറ്റ് അല്ലെങ്കിൽ 240 മിനിറ്റ് ഒക്കെ നമുക്ക് 4K എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 4 മണിക്കൂർ ചാർജ് നിൽക്കുള്ളൂ. 2000 mAh ഒരു ബാറ്ററിയാണ് വേണ്ടത്. അതും പ്രശ്നമാണ്. അപ്പോൾ 15,000 ഒന്നും കൊടുത്ത് എന്തായാലും നിങ്ങൾ സാധനം വാങ്ങാൻ നിൽക്കണ്ട. 8,400 ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ചു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾ പോക്കറ്റിലേക്ക് ഇട്ട് കൊണ്ടു നടക്കാമല്ല, ഫോൺ കൊണ്ടുനടക്കണം പോലെ ഇങ്ങനെ കൊണ്ടുനടന്നാലും നിങ്ങൾ വീഡിയോസ് ഒക്കെ അവിടെ നിങ്ങൾ എന്തൊക്കെ കാണണം അതൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്യല്ല. അതുകൊണ്ട് പിന്നെ സ്ലോ മോഷൻ വീഡിയോ, ടൈം ലാപ്സ്, വീഡിയോ റെക്കോർഡിങ്, പിന്നെ ഫേസ് ഡിറ്റക്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഈ ഫീച്ചറൊക്കെ വേറെയും കുറേ ക്യാമറകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്ക് ഭയങ്കര പുതുമയായിട്ട് എടുത്തു പറയാനൊന്നും പറ്റില്ല. പക്ഷേ 15,000 രൂപയ്ക്ക് എന്തായാലും ഈ ക്യാമറ വെറുത്തല്ല, അത് ഞങ്ങൾക്ക് ഉറപ്പ് തരാം. 8,400 രൂപ, 9,000 രൂപ പോട്ടെ, 10,000-നുള്ളിലാണെങ്കിൽ ഈ ക്യാമറ എന്തായാലും എടുത്തു. നല്ലൊരു ക്യാമറയാണ്. പിന്നെ പറഞ്ഞല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഇതിനെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സും പിന്നെ എന്താ സാധനം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ ആരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണില്ല, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എന്നാലും എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നല്ല ടെക് വീഡിയോസ് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.